അമേരിക്കയുമായുള്ള വ്യാപാര കരാറിനെതിരെയും സർക്കാരിനെതിരെയും ആക്രമണം നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രമേയം പാസാക്കാൻ ബി.ജെ.പി. ഒരുങ്ങുന്നതാണ് ഇപ്പോൾ രാജ്യത്തെ പ്രധാന ചർച്ച. ബഡ്ജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയ രാഹുൽ ഗാന്ധിയെ പൂട്ടാൻ ഭരണപക്ഷം ഒരുങ്ങുകയാണെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അവകാശ ലംഘനം നൽകാനാണ് നീക്കമെങ്കിലും പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യണമെന്നും തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കണമെന്നും ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ബഡ്ജറ്റ് ചർച്ചയിൽ തെളിവുകളൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആരോപിച്ചു. മുൻകൂട്ടി അറിയിക്കാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെ എപ്സ്റ്റീൻ ഫയൽ ആരോപണം ഉയർത്തി എന്നിങ്ങനെയുള്ളവയാണ് ആക്ഷേപം. ദുരൂഹമായ യാത്രകളും നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളും ദുബൈ ഉന്നയിച്ചു. പക്ഷാപാതമായി പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ച് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷ പ്രമേയം കൊണ്ടുവന്നതിന് പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരായ ഭരണപക്ഷത്തിന്റെ നീക്കം. സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്കെതിരായ നോട്ടീസ് തള്ളാൻ ലോക്സഭാ സെക്രട്ടറി നീക്കം നടത്തുമ്പോൾ അത് പരിഗണിക്കണമെന്ന് ഓം ബിർളയും ആവശ്യപ്പെടുകയുണ്ടായി. നോട്ടീസ് പ്രതിപക്ഷം അംഗീകരിച്ചാൽ പ്രമേയം മാർച്ചിൽ ചർച്ച ചെയ്യപ്പെടും. സോറോസ് ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ, USAID എന്നിവയുമായി രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തായ്ലാന്റ്, കംബോഡിയ, വിയറ്റ്നാം, US തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നും നോട്ടീസിൽ പരാമർശിച്ചതായി ഭാരത് ജനതാ പാർട്ടി MP നിഷ്കാന്ത് ദുബെ ആരോപിക്കുകയുണ്ടായി. ഭീഷണി വിലപ്പോകില്ലെന്നും രാഹുലിനെതിരെ എത്രയോ കേസുകൾ വന്നിട്ടുണ്ടെന്നും പ്രതികരിച്ച് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. വിദേശ സംഘടനകളുടെ സഹായത്തോടെ ജനവികാരം ഇളക്കിവിടുന്നതിനായി രാഹുൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മാത്രമല്ല രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ പോലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. യാതൊരു തെളിവുമില്ലാതെ സർക്കാരിന്റെ അന്തസ്സിനെ മങ്ങലേൽപ്പിച്ചു. മറ്റു വിവിധ സ്ഥാപനങ്ങളെ മോശം വെളിച്ചത്തിൽ കാണിച്ചു എന്ന് ദുബൈ തന്റെ നോട്ടീസിൽ പറഞ്ഞു. രാഹുൽ അധാർമികമായ പെരുമാറ്റത്തിന്റെ ലോകത്തേക്ക് പ്രവേശിച്ചുവെന്നും ഇന്ത്യയെ അകത്തുനിന്ന് അസ്ഥിരതപ്പെടുത്താനുള്ള തഗ്രി ഗ്യാങ്ങിന്റെ ഒരു പ്രധാന ഘടകമായി രാഹുൽ മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. പാർലമെന്റിനകത്തും പുറത്തും അദ്ദേഹത്തിന്റെ നിരന്തരവും നന്നായി രൂപകൽപ്പന ചെയ്തതുമായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വിനാശകരമാണെന്നും രാജ്യത്തിന്റെ മുഴുവൻ മുക്കിലും മൂലയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഗൗരവമേറിയ വശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രതിനിധി എന്ന നിലയിൽ ചെറിയ സ്വാധീന മേഖലയും എളിയ പശ്ചാത്തലവുമുള്ള ഞാൻ പോലും ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരുന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ ഉയർത്തിപ്പിടിക്കുകയെന്ന എന്റെ ഭരണഘടനാപരമായ കർമ്മത്തോട് ഞാൻ നീതി പുലർത്തുന്നില്ല. ഇത് കണക്കിലെടുത്ത് താഴെ പറയുന്ന 4 ഗുരുതരമായ തെറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആജീവനാന്തം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കണമെന്നും ദുബൈ പറഞ്ഞു. പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളതെങ്കിലും ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പതിവ് പരിപാടിയാണ്. വോട്ട് ചോരി മുതൽ ഹൈഡ്രജൻ ബോംബ് വരെയുള്ള വോട്ടിൽ ക്രമക്കേടുകൾ നിരത്തിയിട്ടും രാഹുലിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നത് എടുത്തു പറയുക തന്നെ വേണം. വിവാദമാകുന്ന ആരോപണങ്ങൾ ഉയർത്തുന്നത് രാഹുൽ ഗാന്ധിയുടെ ഹോബിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും രാഹുലിനെ അയോഗ്യനാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്.